നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തെരുവുനായ ശല്യം പരിഹരിക്കാനായില്ല. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. കഴിഞ്ഞ ദിവസം ചേർന്ന PTA യോഗത്തിലാണ് സ്കൂളിന് ഇന്നും അവധി നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച സ്കൂളിലെ വാഹന ഷെഡിൽ പട്ടിയെയും പ്രസവിച്ച കുട്ടികളെയും കണ്ടെത്തിയത്. അക്രമാസക്തമായി കുരച്ചു ചാടുന്ന പട്ടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭീഷണിയായി മാറിയതോടെ പട്ടിയെയും കുഞ്ഞുങ്ങളെയും വിദ്യാലയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞായറാഴ്ച വിദഗ്ധരായ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇത് വിജയം കാണാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രധാന അധ്യാപിക ഷീജ ജോസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും നൽകിയ അപേക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് തിങ്കളാഴ്ച അവധി നൽകിയത്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ വന്നതോടെ ഇന്നും അവധി നൽകി. അതേസമയം തെരുവുനായ ശല്യം പരിഹരിക്കാത്തതിൽ UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ ജോൺ ഉറുമ്പിൽക്കോർ എപ്പിസ്കോപ്പയുടെ ഖബറടക്കം ഇന്ന് നടത്തും. ഭദ്രാസനത്തിലെ സഭാപ്രവർത്തനങ്ങളിലും ആത്മീയ ശുശ്രൂഷകളിലും ദീർഘകാലം സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6:30 കുന്നംകുളം തെക്കിയങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് എത്തിച്ചു. വിശുദ്ധ കുർബാനയും ആറാ ശുശ്രൂഷയും നടത്തി. രാവിലെ 9 മണിക്ക് നഗരി കാണിക്കൽ ആരംഭിച്ച് കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി, ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻ പള്ളി എന്നീ പള്ളികളിൽ യാത്ര ചോദിച്ചതിനു ശേഷം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെത്തി. തുടർന്ന് 7-8 ശുശ്രൂഷകൾ നടക്കും. ശേഷം സമാപന ശുശ്രൂഷയും ഖബറടക്കവും നടത്തും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലിത്തയും മറ്റ് മെത്രാപ്പൊലിത്തമാരും പ്രധാന കാർമ്മികത്വം വഹിക്കും. ശോശാമയാണ് ജോൺ ഉറുമ്പിൽക്കോർ എപ്പിസ്കോപ്പയുടെ ഭാര്യ. സിജി, സിൻസി, സിൽമി എന്നിവർ മക്കളും സനിൽ, ബോണി, മാത്യു എന്നിവർ മരുമക്കളുമാണ്. വേലൂർ പഞ്ചായത്തിന് മുമ്പിൽ CPIM അംഗങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ അംഗൻവാടിക്ക് ഗേറ്റ് മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്നും പഞ്ചായത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അലംഭാവമാണ് കാണിക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രസിഡന്റിന്റെ വാർഡായ നടുവിലങ്ങാടി അംഗൻവാടിയിൽ നിലവിലുണ്ടായിരുന്ന ഗേറ്റ് വാഹനം തട്ടി വീണപ്പോൾ അടിയന്തരമായി 10,000 രൂപ അനുവദിക്കാൻ പ്രസിഡന്റിന് നിയമപരമായി അധികാരമുണ്ടായിട്ടും അതിന് തയ്യാറായില്ലെന്ന് CPM അംഗങ്ങൾ ആരോപിച്ചു. പരിസരം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഓരോ വാർഡിനും 10,000 രൂപ നൽകാനുള്ളത് ഭരണസമിതി ഇതുവരെ നൽകിയിട്ടില്ല. റോഡരികുകൾ വൃത്തിഹീനമായും കാട് പിടിച്ചും കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നുണ്ട്. ആരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 കുറഞ്ഞു. 6 മണി വരെ ഉണ്ടായിരുന്ന OP 4 മണി വരെയാക്കി ചുരുക്കി. അവശ്യമരുന്നുകളുടെ ദൗർലഭ്യവുമുണ്ട്. എന്നാൽ ഇതൊന്നും പരിഹരിക്കാൻ പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വേലൂർ നടുവിലങ്ങാടി 75 നമ്പർ അംഗൻവാടിയുടെ കുട്ടികളുടെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് ഭരണസമിതിയും നടത്തുന്ന അനാസ്ഥയ്ക്ക് ചെയ്യാനായിട്ട് LDF മെമ്പർമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ 10 വർഷക്കാലമായി LDF എല്ലാ അംഗൻവാടികളും 8ഓളം പുതിയ അംഗൻവാടി പണികയും ഒട്ടനവധി അംഗൻവാടികൾക്ക് സ്വതന്ത്രമായ അംഗൻവാടികളൊക്കെ തന്നെ മെയിൻ്റനൻസ് പ്ലാൻ ഉപയോഗിച്ച് പുനഃസ്ഥാപിച്ചിട്ടുള്ളതുമാണ്. ഈ അംഗൻവാടി കഴിഞ്ഞ കോൺഗ്രസിന്റെ മെമ്പറായിരുന്ന നിതീഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ ശുചീകരണ പരിപാടി എന്ന് പറഞ്ഞ വേലൂർ ചുങ്കത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് നടുവിലങ്ങാടി എത്തുമ്പോഴേക്കും ഫോട്ടോയും റീൽസും എടുത്ത് ശുചീകരണം അവസാനിപ്പിച്ചു പോവുകയാണ് ഉണ്ടായത്. ശുചീകരണ പരിപാടിയിൽ ആളുകൾ കുറഞ്ഞതിന്റെ പേരിൽ എത്തിച്ചേരാൻ സാധിക്കാതിരുന്ന ആശാവർക്കർമാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയും പാലിയേറ്റീവ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോലും പോകാതെ ശുചീകരണത്തിൽ പങ്കെടുക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നത് അപലപനീയമാണെന്നും CPM മെമ്പർമാർ പറഞ്ഞു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉയരുന്ന വിവാദങ്ങളിലും പരാതികളിലും സംസ്ഥാന സർക്കാരിന് കടുത്ത അതൃപ്തി. പരീക്ഷാ നടത്തിപ്പിലും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലും നിരന്തരം ആക്ഷേപങ്ങൾ ഉയരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഭരണ നേതൃത്വം. മുഖ്യമന്ത്രി VD സതീശന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ഇത് സംബന്ധിച്ച നിരവധി പരാതികളാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ഉയർന്നുവന്ന പരാതികളിൽ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണത്തിന്റെ പുരോഗതിയും റിപ്പോർട്ടും വിലയിരുത്തിയ ശേഷം കർശനമായ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. വിവാദങ്ങൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കാൻ തുടങ്ങിയതോടെ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കോൾ മേഖലയായ കാട്ടുകാമ്പാലിൽ കാർഷിക ടൂറിസം പദ്ധതിക്ക് തുടക്കമിടാൻ സർക്കാരിനെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ചിറയ്ക്കൽ അറഫ പാലസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു K. ജയശങ്കർ.
കുന്നംകുളം താലൂക്കിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കാട്ടുകാമ്പാലിൽ കാർഷിക രംഗത്ത് പ്രവൃത്തിയെടുക്കുന്ന കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാൻ പദ്ധതികൾ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ബൃഹത്തായ ശ്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കേര പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ 25 ലക്ഷം രൂപ അനുവദിച്ച് കാട്ടുകാമ്പാൽ കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഈ സാമ്പത്തിക വർഷം തുടങ്ങുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ ഗോപി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് റൈഡ്കോ, ഹരിത കാർഷിക കർമ്മസേന തുടങ്ങിയവരുടെ വിവിധ സ്റ്റാളുകൾ, അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി തൈകൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയും പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ഉണ്ടായിരുന്നു. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിനെതിരെ വ്യാപക വിമർശനമുള്ളതായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 1 മണിക്കൂർ മുമ്പെങ്കിലും ലോഡ് ഷെഡിംഗ് വിവരം ഉപഭോക്താക്കളെ അറിയിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു. മൺസൂൺ ശക്തിപ്പെടുമ്പോൾ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന്റെ ബാധ്യത കുറയ്ക്കാൻ KSEB ശ്രമിക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെ വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് വാങ്ങാം എന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുന്നതിനിടെയാണ് KSEBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചത്. അതേസമയം ആവർത്തിച്ച് പറഞ്ഞിട്ടും വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയുടെ വിവരം KSEB സമർപ്പിച്ചില്ലെന്നും ഉത്തരവിൽ വിമർശനമുണ്ട്. KSEB പവർ എക്സ്ചേഞ്ചിൽ നിന്നടക്കം വാങ്ങിയ വൈദ്യുതിയുടെ വിവരങ്ങൾ നൽകിയില്ലെന്നാണ് വിമർശനം. ജമ്മു കശ്മീരിൽ വെച്ച് നടന്ന നാഷണൽ ഔട്ട്ഡോർ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ കേരള ടീമിലെ അംഗം പാർവതിക്ക് തിപ്പലശ്ശേരിയിൽ സ്വീകരണം നൽകി. വാർഡ് മെമ്പർ ബിനി സുഭാഷ് പൊന്നാട അണിയിച്ചു. ഷോഗൻ ക്ലബ് ടീം അംഗങ്ങളും പങ്കെടുത്തു. മുതിരംപറമ്പിൽ ഷാജി സുബിത ദമ്പതികളുടെ മകളാണ് പാർവതി. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.